ഇവാഞ്ചലിയും അനുദിന സുവിശേഷ വിചിന്തനം. ഈശോ മിശിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ജൂൺ 24 തീയതി വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം 1 അധ്യായം 57 മുതൽ 66 വരെയും 80 തിരുവചനവും നാം പ്രാർത്ഥനാപൂർവം ധ്യാനിക്കുന്നു. തിരുസഭാ മാതാവ് ക്രിസ്തുവിനെ പ്രഘോഷിക്കുന്നവരിൽ അഗ്രഗണ്യനായ വിശുദ്ധ സ്നാപക യോഹന്നാന്റെ തിരുനാൾ ആഘോഷിക്കുകയാണ്. കർത്താവിൻ്റെ വഴികൾ ഒരുക്കുവിനെന്ന് മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവരുടെ ശബ്ദമെന്നാണ് സ്നാപക യോഹന്നാനെ വിശേഷിപ്പിക്കുന്നത്. ദൈവത്തിൻ്റെ വഴിയെ ചരിക്കുവാനുള്ള കൃപയ്ക്കായി ഈ വിശുദ്ധന്റെ മാധ്യസ്ഥം തേടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ഉൽപ്പത്തി പുസ്തകത്തിൽ ആദിമ മാതാപിതാക്കൾ ദൈവത്തോടൊപ്പം പറുദീസ എന്ന സന്തോഷത്തിലായിരിക്കുമ്പോൾ ദൈവം അവർക്ക് എല്ലാ സ്വാതന്ത്ര്യവും നൽകി. എന്നാൽ ഏദൻ തോട്ടത്തിലെ നടുവിലത്തെ മരത്തിന്റെ ഫലം ഭക്ഷിക്കരുതെന്ന് ഒരു മുന്നറിയിപ്പ് നൽകി. എന്നാൽ പ്രലോഭകന്റെ വാക്ക് കേട്ട് അവർ ദൈവത്തിന്റെ വാക്ക് മറന്നുപോകുന്നുണ്ട്. ദൈവത്തെ പോലെ ആകണം എന്ന ചിന്തയിൽ ലോകത്തിന്റെ അല്ലെങ്കിൽ പ്രലോഭകന്റെ വാക്ക് കേട്ടുകൊണ്ട് അനുസരണക്കേട് കാട്ടി. അങ്ങനെ ആദിമ മാതാപിതാക്കൾക്ക് പറുദീസ എന്ന സന്തോഷം നഷ്ടമായി. അനുസരണക്കേട് കാട്ടുമ്പോൾ സ്വർഗത്തിന്റെ വാതിലുകൾ നമുക്ക് മുമ്പിൽ അടഞ്ഞുപോകും. വിശുദ്ധ വചനത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ എലിസബത്ത് എന്ന പുണ്യവതി പ്രസവിച്ചതിന് ശേഷം 8-ാം ദിവസം ശിശുവിന്റെ പരിച്ഛേദനത്തിൽ വരുമ്പോൾ ശിശുവിന് എന്ത് പേരിടണമെന്ന് കൂടെയുള്ളവർ ചോദിക്കുന്നുണ്ട്. ദൈവം കൽപ്പിച്ചതുപോലെ യോഹന്നാൻ എന്ന പേര് നൽകാം എന്നവർ മറുപടി നൽകുന്നു. എന്നാൽ ചുറ്റും കൂടിയിരിക്കുന്നവർ നിന്റെ കുടുംബത്തിൽ ആർക്കും ഈ പേരില്ലെന്ന് പറഞ്ഞുകൊണ്ട് തടസ്സം നിൽക്കുന്നു. ദൈവത്തിന്റെ വാക്ക് അനുസരിക്കുന്നവനായി സക്രിയായും എലിസബത്തും മാറുമ്പോൾ കൂടെയുള്ളവർക്ക് അത് സ്വീകാര്യമാകുന്നില്ല. എന്നാൽ ആ നിമിഷം മുതൽ അനേകം കൃപകൾ ആ കുടുംബത്തിലേക്ക് വർഷിക്കപ്പെടുന്നുണ്ട്. സക്രിയയുടെ നാവ് സ്വതന്ത്രമാക്കപ്പെടുന്നുണ്ട്. ദൈവകൃപകൾ അനേകം ആ കുടുംബത്തിലേക്ക് ചൊരിയപ്പെടുന്നുണ്ട്. കൂടെയുള്ളവർ അത്ഭുതത്തോടെ ഈ ശിശു ആരായിത്തീരുമെന്ന് ചോദിക്കുന്നുമുണ്ട്. ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞവരെ, ദൈവത്തെ അനുസരിക്കുന്നവർക്ക് എല്ലാം കൃപയായി ഭവിക്കും. ഈ ദിനം നാം പ്രത്യേകം ധ്യാനിക്കേണ്ടത് അനുദിന ജീവിതത്തിൽ നാം ദൈവത്തെ അനുസരിക്കുന്നതിൽ വീഴ്ച വന്നു പോയിട്ടുണ്ടെങ്കിൽ അനുതാപത്തോടെ അവിടുത്തെ വഴിയിലേക്ക് മടങ്ങി വരുവാൻ സ്നാപക യോഹന്നാൻ നമ്മൾ ഓരോരുത്തരെയും ക്ഷണിക്കുകയാണ്. അനുസരണമുള്ളവരായിരിക്കുവാനുള്ള കൃപയ്ക്കു വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ.